ശനിയുടെ ചലനം വിപരീത ദശയിലേക്ക് കടക്കുകയാണ്. വരാനിരിക്കുന്ന 138 ദിവസം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലഘട്ടമാണ്. സകലവിധ സങ്കടങ്ങളും ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ ഭാഗ്യത്തിനു മേൽഭാഗ്യമുള്ള നക്ഷത്രജാതകരെത്തും. ഗുണകരമായ പല നല്ല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. പ്രതിസന്ധികൾ അകലുന്നു. ധനപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് ഒരു ആശ്വാസം എന്ന വണ്ണം പല നല്ല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടും. അങ്ങനെ ശനിയുടെ ദോഷങ്ങളൊക്കെ കുറഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ പോകുന്ന ആ ഭാഗ്യത്തിനു മേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്ന വലിയ വലിയ മാറ്റങ്ങൾ, വലിയ ശനിദോഷം അനുഭവിച്ച ഈ നക്ഷത്രജാതകർക്ക് സകലവിധ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ സാധിക്കും. ഉറപ്പായും ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നാളെ ചൊവ്വാഴ്ചയാണ്. മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ടായിരിക്കും. നാളെ അതിരാവിലെ ശർക്കര പായസം നീതിച്ച് പൂജ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും പൂജ ചെയ്യും, പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക. സമൃദ്ധിയും സന്തോഷവും നിറയെ വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ശനീശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് സകല ദുരിത ദുഃഖങ്ങളും അകലുന്ന ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. ഈ നക്ഷത്രജാതകർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലേറ്റവും അധികം ഭാഗ്യമുള്ള, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആദ്യത്തെ 3 നക്ഷത്രജാതകർ ഇവരാണ് ചിത്തിരയും ചോതിയും വിശാഖവും. ഇവർക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും വന്നു ചേരാൻ പോവുകയാണ്. തുലാൻ രാശിയിൽ വരുന്ന ഈ നക്ഷത്രജാതകർക്ക് സകലവിധ ദുഃഖ ദുരിതങ്ങളും മാറുന്നതോടുകൂടി ഇവർക്ക് അനുകൂലമായൊരു പുതുജീവിതം വന്നു ചേരും. ധനപരമായിട്ടുള്ള ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. ഇവർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ശനി ജന്മരാശിയുടെ 6ാം ഭാവത്തിൽ നിൽക്കുന്നു. ശത്രുദോഷം കുറഞ്ഞു കിട്ടും. രോഗാദി ദുഃഖ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുമൊക്കെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റു ചില ഗോചരങ്ങൾ കൂടി ഇവർക്ക് അനുകൂലമാകുന്നു. അതുകൊണ്ട് ഇവരുടെ ധനപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. വ്യാഴം ജന്മരാശിയുടെ 9ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇതവർക്ക് ധനലാഭം വരും. കുടുംബത്തിൽ സൗഖ്യമുണ്ടാകും. സന്താനങ്ങൾക്ക് ഉയർച്ചയുണ്ടാകും. കാര്യങ്ങളൊന്നും വിഘ്നങ്ങളൊന്നുമില്ലാതെ നടന്നു കിട്ടും. അങ്ങനെ ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് തുലാൻ രാശിക്കാർ എത്തുക. ഇവർ ശനീശ്വരായ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. ഏതായാലും ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി ശുക്രൻ ഉദിക്കുന്ന സമയം. അതുപോലെ തന്നെ ശുക്രൻ ജന്മരാശിയുടെ 8ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ആഡംബര വസ്തുക്കൾ വാങ്ങുവാനും വസ്തുവകകൾ വാങ്ങുവാനും വിദേശത്ത് പോകാനും വിദേശത്ത് നല്ല നിലയിൽ എത്തുവാനും ഒക്കെയുള്ള യോഗം വന്നു ചേരും. ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഇത് ഭാഗ്യത്തിനു മേൽ ഭാഗ്യമുള്ള സമയമാണ്. പ്രതിസന്ധികളൊക്കെ അകലുന്നു. ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു. വിദേശത്തേക്ക് പോകാനുള്ള യോഗം വന്നു ചേരുന്നു. അങ്ങനെ ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. ഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ശനി ജന്മരാശിയുടെ 2ാം ഭാവത്തിൽ നിൽക്കുന്ന കുംഭൻ രാശിക്കാരെക്കുറിച്ചാണ്. അവിട്ടവും ചതയവും പൊരുരുട്ടാതിയും അടങ്ങിയ കുംഭൻ രാശിക്കാർക്കും ഇത് ഭാഗ്യകാലമാണ്. ഒരു വീട് വയ്ക്കാനുള്ള യോഗം, വിവാഹം നടക്കേണ്ട സമയം,
വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹമൊക്കെ നടക്കുന്ന സമയം. അങ്ങനെ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഉയർച്ചയുടെയും സമയത്തിലേക്ക് ഇവരെത്തും. ഇവരെ സംബന്ധിച്ച് ഏഴരാണ്ട ശനിയുടെ കാലം കൂടിയാണ്. അപ്പോൾ പല വിധത്തിലുള്ള ദുരിത ദുഃഖങ്ങൾ ഇവർ അനുഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടാവാം. എന്നാൽ അതൊക്കെ മാറാൻ പോവുകയാണ്. മനക്ലേശങ്ങളൊക്കെ മാറും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ച് മറ്റ് ചില ഗോചരഫലങ്ങൾ കൂടി അനുകൂലമാണ്. വ്യാഴം ജന്മരാശിയുടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. വാഹനലാഭം, പുത്രസൗഖ്യം, ധനലാഭം, സ്ത്രീസുഖം, അങ്ങനെ ഒരു വീട് വയ്ക്കാനുള്ള യോഗം, അങ്ങനെ പല രീതിയിലുള്ള ഗുണാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് കഴിയും. ചില വഴിപാടുകൾ അർപ്പിക്കുക. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറണം, എല്ലാ പ്രശ്നങ്ങളും അകലണം, നല്ല രീതിയിൽ ജീവിക്കണം, ധനമുണ്ടാക്കണം, ഒരു വീട്ടിൽ സ്വസ്ഥതയോടുകൂടിയും സമാധാനത്തോടുകൂടിയും കഴിഞ്ഞുകൂടണം. ഇതാഗ്രഹിക്കുന്ന കുംഭൻ രാശിയിലെ അവിട്ടത്തിനും ചതയത്തിനും പൂരുരുട്ടാതിക്കും ഇതൊക്കെ കഴിയുന്ന സമയമാണ്. ശുക്രൻ ജന്മരാശിയുടെ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഇവർക്ക് ബന്ധുസൗഖ്യവും ഐശ്വര്യവും കൊണ്ടുതരുമെന്നാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിൽ രാവിലെ പോകുക. ഒരു ഗണപതി ഹോമം തലേ ദിവസം എഴുതിയിടുക. ആ ഗണപതി ഹോമം നടത്തുന്നതിലൂടെ നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും അയയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അതിസൗഭാഗ്യത്തിൻ്റെയും സമയമാണിത്. ഇത് കഷ്ടതകൾ അവസാനിക്കുന്ന സമയമാണ്. പ്രതിസന്ധികൾ അകലുന്ന സമയമാണ്. ധനപുഷ്ടി ഉണ്ടാകുന്ന സമയം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി, ആഗ്രഹിക്കുന്ന വരുമാനം, ആഗ്രഹിക്കുന്ന ലോട്ടറി ഭാഗ്യം, നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. അപ്പോൾ ശനിദോഷമൊക്കെ അകലുകയാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറാൻ പോവുകയാണ്. ഞാനീ പറഞ്ഞ 6 നക്ഷത്ര ജാതകർക്കും ഇനി ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഉയർച്ചയും ഒക്കെ വന്നു ചേരും. ശനിദോഷം അനുഭവിക്കുന്നവർക്ക് വലിയൊരു മാറ്റത്തിൻ്റെ കാലം കൂടിയാണിത്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നക്ഷത്രജാതകരെ ഒന്നുകൂടി പറയാം: ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ വാട്സാപ്പിൽ ബന്ധപ്പെടുക. തീർച്ചയായും മറുപടി തരും.